കാർഡിൽ ഹിജാബ് ധരിച്ച ഫോട്ടോകൾ പാടില്ല എന്ന് ആധാർ അതോറിറ്റി പുറപ്പെടുവിച്ച വിവരം ഏറെക്കുറെ പേർ അറിഞ്ഞു കാണും. പല രീതിയിലുള്ള വാർത്തകളാണ് അതിപ്പോൾ വരുന്നത്. അതിലേക്ക് ഞാൻ വരാം. നമുക്കതിനു മുന്നേ അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഫോട്ടോയിൽ മുഖം വ്യക്തമാകാത്തതിനാൽ ഒട്ടേറെ അപേക്ഷകൾ നിരസിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പുറപ്പെടുവിക്കൽ ഉണ്ടായിരിക്കുന്നത്. നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് 1 വർഷ സസ്പെൻഷനും പിഴയും ശിക്ഷ ലഭിക്കും. ആധാർ അതോറിറ്റി അഥവാ UIDAI സംസ്ഥാന അധികൃതർ നൽകിയ നിർദ്ദേശം അക്ഷയ പ്രൊജക്ട് അധികൃതരാണ് സംരംഭകർക്ക് കൈമാറിയിരിക്കുന്നത്. ആധാറിനായി നൽകുന്ന ഫോട്ടോയിൽ ചെവിയും നെറ്റിയും വ്യക്തമായിരിക്കണം എന്ന് ആ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാൻ മുഖം പൂർണ്ണമായും വ്യക്തമാകുന്ന ഫോട്ടോ ആവശ്യമാണ്. ഹിജാബ് ധരിച്ചുള്ള ഫോട്ടോ എടുക്കരുത് എന്ന് അക്ഷയ സംരംഭകർക്ക് നിർദ്ദേശവും ലഭിച്ചു. ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവൻ വ്യക്തമായാൽ മതി എന്നും തല മറഞ്ഞിരിക്കാം എന്നുമായിരുന്നു ആധാർ അതോറിറ്റിയുടെ ഒരു വ്യവസ്ഥ. പരമ്പരാഗത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തലപ്പാവ് അല്ലെങ്കിൽ തൊപ്പി എന്നിവയൊക്കെ ഈ ഫോട്ടോയ്ക്ക് അനുവദനീയമാണ് എന്നത് വ്യവസ്ഥ ചെയ്തെന്നാണ്. എന്നാൽ അത്തരത്തിൽ ഫോട്ടോ എടുത്ത് നൽകിയ അപേക്ഷകൾ കൂടുതലായി നിരസിക്കപ്പെട്ട ഒരു സാഹചര്യവുമുണ്ട്. കാരണം ഇവർ ഈ തലയിൽ ഇത് ധരിക്കുമ്പോഴാണെങ്കിലും നെറ്റിയുടെ എത്രയും ഭാഗവും ചെവിയൊക്കെ പൂർണ്ണമായും മറഞ്ഞിരിക്കും. അപ്പോൾ ഇനി അത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അല്ല, ഈ സത്യത്തിൽ ഈ ആധാർ കാർഡ് നമ്മൾ എന്തിനാണ്? മുഖം വ്യക്തമായി കണ്ടാലല്ലേ നമുക്ക് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്നത് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തോന്നിനാണ് ഈ ഒരു ഐഡന്റിറ്റി എന്നുള്ളത്? എന്ത് ഐഡന്റിറ്റിയാണ് നമ്മൾ ഈ ആധാർ കാർഡിലൂടെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ കുറേ ഏമാന്മാർ ഇനി പാടുപെടുമെന്നതിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യങ്ങൾക്കല്ല, പല കാര്യങ്ങൾക്കും പല ഏമാന്മാരും ഇനി പാടുപെടും. ഇനി പല രീതിയിലുള്ള ഹർത്താലും പ്രതിഷേധവും ഒക്കെ അധികം വൈകാതെ തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യാം. ഇനി ഈ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ മാധ്യമങ്ങൾ ഫാക്ട് ചെക്ക് ഒക്കെ നടത്തി വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു പല രീതിയിൽ ഈ വാർത്ത വരുന്നുണ്ട് എന്ന്. സംഭവം ഒന്നാണ്. അതെന്താണെന്ന് എല്ലാ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. മുഖവും ചെവിയും വ്യക്തമായിരിക്കണം. എന്നിട്ട് കുറേ ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് ഹിജാബ് ഊരിമാറ്റാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഹിജാബ് ധരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, തലമുടി മറയ്ക്കാം, ചെവിയും മുഖവും വ്യക്തമായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നുള്ളൂ എന്നൊക്കെയാണ് ഈ ഫാക്ട് ചെക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചുന്നത്. ശടാ, അത് തന്നെയല്ലേ ഈ വാർത്തകളിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് തെറ്റായ പ്രചരണമാണ് ഈ മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്നാണ് ഈ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. മുഖത്തിന്റെ ഫോട്ടോ എടുക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എടുക്കുന്ന ഫോട്ടോയിൽ മുഖം വ്യക്തമായിരിക്കണം എന്നും പർദ്ദ, ഖുംഘട്ട് പോലെയുള്ള ശിരോവസ്ത്രം ധരിച്ച് മുഖം മറച്ചിട്ടുള്ളവർ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സമയത്ത് മുഖം വ്യക്തമായി കാണിക്കുന്ന രീതിയിലായിരിക്കണം എന്നതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. മതം ആചാരത്തിന്റെ ഭാഗമായി തല മറയ്ക്കുന്നതിൽ പ്രശ്നമില്ല, മുഖം വ്യക്തമായാൽ മാത്രം മതി എന്നാണ് അതിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത്. അത് തന്നെയല്ലേ എല്ലാ വാർത്തകളിലും വന്നിരിക്കുന്നത്. കഷ്ടം. ഈ പാസ്പോർട്ടിൽ ഇവരുടെ മുഖം കാണാൻ പാടില്ല, റേഷൻ കാർഡിൽ, വോട്ടർ ID-യിൽ, ആധാർ കാർഡിൽ ഒന്നും തന്നെ ഇവരുടെ മുഖം കാണാൻ പാടില്ല. ഇവരെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയി പിന്നെ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കാച്ചാൻ തോന്നുന്നത് എങ്ങനെയാണ്? ഇതിനെതിരെ പറയാൻ തോന്നുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഈ ഒരു രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും തങ്ങൾ അംഗീകരിക്കില്ല, അനുസരിക്കില്ല എന്നാണ് ഇവർ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രതിഷേധം വന്നാലും മോദിജി അത് നടപ്പിലാക്കിയിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല.